നമ്മളൊക്കെ പരദേശികളാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങൾ ആകുന്നു. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഒരാൾ മാത്രമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മളുടെ ലക്ഷ്യസ്ഥാനം ഹെവനാണ്, എത്യതയാണ്. അവിടെ എത്തണം എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. ആ ചിന്ത എപ്പോൾ നമ്മുടെ അകത്ത് വരുന്നോ, നമ്മുടെ വഴിത്തിരിവായിരിക്കും. എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് അതായിരുന്നു. മരണം കൊണ്ട് അവസാനിക്കില്ല ഈ ഭൂമിയിലെ ജീവിതം, അതിനപ്പുറത്തൊരു ലൈഫുണ്ട് എന്ന ബോധ്യം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ആ ബോധ്യമാണ് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും സ്നേഹത്തിലും എന്നെ ഉറപ്പിച്ചത്. അതിനുവേണ്ടി എനിക്കായി ജീവൻ തന്ന കർത്താവ്, താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായ ദൈവപുത്രൻ. അങ്ങനെ ഓരോന്നും വർണ്ണിക്കാൻ സമയം പോരാ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു.